ഹായ് ഹലോ അസ്സാം വലൈക്കും. എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു കുഞ്ഞു വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് 8-ാം തീയതി എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അതായത് ഇന്നലെ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. ആദ്യകുട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നേ. അപ്പം ബർത്ത്ഡേ കേക്കൊക്കെ കട്ട് ചെയ്യുന്നത് കുറച്ച് വീട്ടുവിശേഷങ്ങളും കാര്യങ്ങളായിട്ടുള്ളൊരു കുഞ്ഞു വ്ളോഗാണ്. ഞാൻ 10-12 ദിവസത്തിൽ കൂടുതലായി കേട്ടോ ഞാൻ വ്ളോഗ് ഫുൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്. ഉറപ്പായിട്ട് ഈ വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ടാക്കണേ. അപ്പോൾ 8-ാം തീയതി രാവിലെ നാത്തൂനും ആദ്യകുട്ടനും എൻ്റെ മക്കൾ രണ്ടുപേരും പുനലൂരായിരുന്നു കേട്ടോ. അപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നു. അവർ 3-4 ദിവസത്തിന് മുന്നേ പോയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഞാൻ 7-ാം തീയതി വൈകിട്ട് ഇവിടെ നിന്ന് ബർത്ത്ഡേ അവിടെ ആഘോഷിക്കാമെന്നുള്ള രീതിയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിലമേലെത്തിയപ്പം അന്ന് മറ്റേ കലാശക്കൊട്ടും കാര്യങ്ങളായിട്ട് എനിക്ക് പോകാനായിട്ട് ബസ് കിട്ടിയിട്ടില്ലായിരുന്നേ. അപ്പോൾ 6:30 മണി വരെ ഞാൻ അവിടെ നിന്നതിന് ശേഷം പിന്നെ ഞാൻ തിരിച്ച് വീട്ടിൽ വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം പിറ്റേന്ന് രാവിലെ 8-ാം തീയതി രാവിലെ ഇവർക്കും വീട്ടിൽ കുറച്ച് വെള്ളത്തിൻ്റെ പ്രശ്നമുള്ള കാരണം പിന്നെ അവർ എല്ലാവരും കൂടെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ വെച്ചാണ് കേട്ടോ കേക്ക് മുറിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഹിബക്കുട്ടി പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാന്നുള്ളത്. അപ്പോൾ അതിനകത്ത് ഒരു ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് അവനിഷ്ടപ്പെട്ട കുഞ്ഞു കുറച്ച് ഗിഫ്റ്റുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നുണ്ട്. ചോക്ലേറ്റും അതായത് കണക്ക് സ്പൈഡർമാൻ അങ്ങനെ ഒരു 4-5 കുഞ്ഞു ഗിഫ്റ്റുകളൊക്കെ വെച്ചിട്ട് നമുക്ക് ആദ്യകുട്ടന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും അവൻ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹിബായും അതേ കണക്ക് ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ഇടയ്ക്ക് ബിരിയാണി വെക്കാമെന്നൊക്കെ പ്ലാനിട്ട് ചിക്കനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതൊന്നും റെഡിയാക്കാതെ നമ്മൾ പാങ്ങോട് കുട്ടിമാനെ കൊച്ചാപ്പാടേയും വീട്ടിൽ പോകാമെന്ന് പ്ലാനിട്ട് നമ്മൾ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ വിളിച്ചപ്പോഴത്തേക്ക് അവരവിടെ ഇല്ലായിരുന്നു. അപ്പം പിന്നെ റെഡി ആയത് കാരണം പിന്നെ ഫിലിം കാണാൻ പോകാമെന്ന് വെച്ചിട്ട് സഹോദരൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നേ. വാഴ സിനിമയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കടയ്ക്ക് പോയി അത് കണ്ടിട്ടുണ്ടായിരുന്നു. കടയ്ക്ക് ശ്രീശൈലം ആണെന്ന് തോന്നുന്നു. എനിക്ക് അറിയാൻ വയ്യ. ഞാൻ സാധാരണ നമ്മൾ പാരിപ്പള്ളിയിൽ നമ്മൾ കുളമടയാണ് കേട്ടോ പോണത്. പിന്നെ നമ്മൾ പുനലൂർ പോകുന്ന നേരം അവിടുത്തെ തിയേറ്ററിലാണ് പോണത്. ഞാൻ ഈ കടയ്ക്ക് തിയേറ്ററിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഫിലിം കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ കാറ് പാർക്കൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഫിലിം കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു പടമായിരുന്നു കേട്ടോ. ചിരിക്കാനും ചിന്തിക്കാനും ഒക്കെ ഉള്ളൊരു നല്ലൊരു സൂപ്പർ പടം തന്നെയായിരുന്നു. 1:30-ക്കാണ് കേട്ടോ നമ്മൾ ഫിലിം കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു സിനിമയായിരുന്നു. കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇത് ശരിക്കും തിയേറ്ററും ഓഡിറ്റോറിയവും കൂടെ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പുറകുവശത്തായിട്ട് കുറച്ച് പാർക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ ഉണ്ടായിരുന്നു. അങ്ങനെ അതിനകത്തൊന്ന് കയറി ഞാൻ മക്കളെയൊക്കെ അതൊക്കെ ഒന്ന് കണ്ട് കുറേ ഫോട്ടോയും വീഡിയോസൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മക്കൾക്ക് തുണിയെടുക്കാനായിട്ട് ഒരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് ഇഷ്ടപ്പെടാത്ത കാരണം നമ്മൾ എടുത്തിട്ടില്ലായിരുന്നു. എടുക്കാതെ ഞാൻ തിരിച്ച് വീട്ടിൽ വരെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി പുനലൂർ പോകുമ്പോഴത്തേക്കും അവിടെ നിന്ന് എടുക്കാമെന്നുള്ള രീതിയിൽ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തന്നെ 4 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആരും ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. പിന്നെ നിലമേന്ന് ഒരു കടയിൽ കയറി മന്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നേരെ നമ്മൾ വീട്ടിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. 5 മണിയായപ്പോഴാണ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നന്നായിട്ട് എല്ലാവരും വിശന്ന് തളർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ നിന്ന് നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വരുന്ന സമയത്ത് വോട്ട് ചോദിക്കാനായിട്ട് ആൾ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവരെ കണ്ട് സംസാരിച്ചെടുത്തതിന് ശേഷമൊക്കെയാണ് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ വൈകുന്നേരത്ത് പിന്നെ ആദ്യകുട്ടനും ഹിബായും ചെടിക്ക് വെള്ളം ഒഴിക്കലും കളിയിലൊക്കെ ഏർപ്പെട്ട് പിന്നെ നമുക്ക് നമ്മുടേതായ കാര്യങ്ങളുമൊക്കെ ആയിരുന്നു. അതെല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ആരും രാത്രി ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. നമ്മൾ 5 മണി കഴിഞ്ഞതിന് ശേഷമാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പ്രത്യേകിച്ച് ഫുഡും കാര്യങ്ങളൊന്നും ആരും കഴിച്ചിട്ടില്ലായിരുന്നു. പിന്നെ എല്ലാവരും കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 9-ാം തീയതിയാണ് കേട്ടോ ബർത്ത്ഡേ ചെറിയ രീതിയിലൊക്കെ ഒന്ന് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വ്ളോഗ് ഞാൻ ഉടനെ പോസ്റ്റ് ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത്. പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.